ഫ്രണ്ട്സ്, ഞാൻ ജംഷീർ. അപ്പോൾ ജംഷി വീൽസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് XUV കാണിച്ചു കൊടുക്കാം. മൂന്നാമത്തെ എപ്പിസോഡാണ്. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണ് രണ്ടാലി പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. യെസ്. അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ എന്താണ് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? ലൊക്കേഷൻ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ വണ്ടികളും കാറ്റലോഗ് വരും വണ്ടി. യെസ്. അപ്പോൾ XUV ഇതാ ഇതാണ് 2013 W8 ആണ് വരുന്നത്. W8. അതെ, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ടോപ്പാണ്. അതെ, അതാണെങ്കിൽ 4,10,000 രൂപ കൊടുക്കും. 4,10. ഇത് ഓണർഷിപ്പ് മൂന്നാമത്തേലേക്ക് എടുക്കുന്നത്. മോഡൽ 2013 മോഡൽ. 13. അതെ, വണ്ടിയൊക്കെ അത്യാവശ്യം നീറ്റ്, ടയറൊക്കെ അത്യാവശ്യം ഫുൾ തന്നെ ഉണ്ട് അല്ലേ? അതെ. അടുത്ത വണ്ടി ഏതാ? ഇത് 2013-14 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 13-14. അതെ, അതേപോലെ തന്നെ കളറ് സിൽവർ. അതെ. ഇത് രണ്ടാമത്തെ ഓണർ. ഇതും ടോപ്പാണോ? അല്ല, ടോപ്പിൻ്റെ നേരെ താഴെയുള്ള 6 വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് രണ്ടാമത്തേക്ക് എടുക്കുന്ന വണ്ടി. 2. എത്ര ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 4 ലക്ഷം രൂപ കൊടുക്കണം. 4. അടുത്ത നമ്മളെ കരിമ്പുലി. അതെ, പോസ്റ്റ് പറഞ്ഞ 2004 മോഡൽ വണ്ടി. AC പവർ സ്റ്റാറിംഗ് ഒക്കെ കയറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയൂ? ഗാമ. ഫുള്ള് മോഡിഫിക്കേഷൻ അല്ലേ? ഇത് മോഡൽ എത്രയാണ് പറഞ്ഞത്? 2004 മോഡലാണ്. കിലോമീറ്റർ ചോദിക്കണ്ടല്ലേ? അത് നമ്മൾ ഫുൾ പെർഫെക്റ്റ്. എത്ര മൈലേജ് ഉണ്ടാവും? എന്തായാലും 14-15 അത്രയൊക്കെ ഉണ്ടാവും അല്ലേ? ഒരു AC പവർ സ്റ്റാറിംഗ് ഒന്നും വരില്ല. നല്ല എമൗണ്ട് വരും ഇത് ചെയ്യാൻ തന്നെ. കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചാണ്. ഫുള്ള് ചെയ്താണ്. പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത വണ്ടി. ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ അതാണെങ്കിൽ 2,60,000 രൂപ കൊടുക്കാം. 2,60,000 ഒരു കരിമ്പുലി. വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോട്ടോ. അടുത്തേതാ? സ്കോർപിയോ 2007 മോഡലാണ്. അതാണ് സ്കോർപിയോ ഒക്കെ തിരഞ്ഞു കളിക്കുന്നവർക്ക് പെട്ടെന്ന് വന്നോട്ടോ. കാരണം വെച്ചാൽ ഒരു സ്കോർപിയോൻ്റെ ഒരു 5-6 പീസ് ഇവിടെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. സ്കോർപിയോ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റി വണ്ടികളുണ്ട് അല്ലേ? അത്യാവശ്യം ആൾക്കാർ നോക്കി നടക്കുന്ന സാധനം. ഇതേതാ മോഡൽ? ഇത് 2007 മോഡൽ വണ്ടി. അതെ, നല്ല പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ്. നല്ല ടയറൊക്കെ മാറ്റി കുറച്ച് വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഇതാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതാണെങ്കിൽ 2,10,000 രൂപ കൊടുക്കാം. 2,10 ഒരു സാധനം പെട്ടെന്ന് കൊണ്ടുപോയി കേട്ടോ. നല്ല കറുത്ത്, എന്താ പറയുക, പെയിന്റിങ് നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? പെയിന്റ് മാറ്റി അടിച്ചൊന്നല്ലോ? അല്ല, കമ്പനി അതേ പെയിന്റാണ്. നല്ല വൃത്തിയുണ്ട്. പിന്നെ പോളോ ആണെങ്കിൽ 2011-12 12 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. അത് 12. ഫുള്ള് റെഡ് കളർ. ഇതാണെങ്കിൽ 1,85,000 രൂപ. 1,85,000. 1,85,000 രൂപ പോളോ മോഡൽ. 2012 രജിസ്റ്റർ ഉള്ള വണ്ടി. 12. ഇതിപ്പോ ഗ്ലാസിന് ചെറിയൊരു വരണ്ട്. അത് പോളിഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫുള്ള് വൃത്തിയാക്കി ഈ കണ്ടീഷൻ കേട്ടോ. വണ്ടി ഫുള്ള് വൃത്തിയാക്കി നീറ്റാക്കി ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. ബാക്കി നമുക്ക് സെറ്റാക്കി കൊടുക്കാം അല്ലേ? ഇപ്പോൾ റേറ്റിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് വണ്ടി വാണ്ടറൊക്കെ വിളിച്ചോ. അടുത്ത നമ്മൾ ഏത് വണ്ടി കാണിച്ചു കൊടുക്കാം? ഈ WRV ആണ്. സോറി, CRV. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ, ഇത് പോളിഷൊക്കെ ചെയ്യാണ്ട് 2007 മോഡലാണ്. 2 ലക്ഷം രൂപ കൊടുക്കണം. ഈ വണ്ടി ഇപ്പോൾ വേറൊരു കാര്യം കേട്ടോ. ഇവിടെയുള്ള വണ്ടി വെച്ചാൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്ത് അങ്ങ് പോകുന്നതല്ലോ. കാരണം വെച്ചാൽ അവർ വിചാരിക്കരുതല്ലോ വണ്ടി ഇങ്ങനെ. പക്ഷെ അപ്പുറമുള്ള വണ്ടിയാണ് നമ്മൾ മൊത്തം പണി കഴിഞ്ഞ് നീറ്റാക്കി കൊണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഏതാ മോഡൽ പറഞ്ഞാൽ? 2007 മോഡലാണ്. എത്ര ചോദിക്കുന്ന റേറ്റ്? 2 ലക്ഷം രൂപ കൊടുക്കാം. കിലോമീറ്റർ നോക്കണോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്ററിൽ വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോട്ടോ. അടുത്ത ആരാ കൊടുക്കുന്നത് നമ്മൾ? ഡസ്റ്ററാണ്. 2013 മോഡലാണ്. 13 ഡസ്റ്റർ. അതാണെങ്കിൽ 2,80,000 കൊടുക്കാം. 2,80 മോഡൽ. 2013 മോഡൽ. അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ കരിമ്പുലി. സ്കോർപിയോ 2006 മോഡലാണ് വണ്ടി. 2006. അതെ. അതാണെങ്കിൽ 1,80,000 കൊടുക്കാം. 1,80. വണ്ടി നല്ല നീറ്റ് ഉണ്ട്. ടവേര ആണെങ്കിൽ 2006 മോഡലാണ്. ടവേര നോക്കി എടുക്കുന്നവർക്ക് പെട്ടെന്ന് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. 1,40,000 കൊടുക്കാം. ടയർ ഫുള്ളാണല്ലോ ബാക്കിലത്തെ. മുന്നിലത്തെ കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പെയിന്റ് നോക്കി നല്ല പെർഫെക്ഷൻ കിടക്കുന്നത്. ഫുള്ള് വൃത്തിയാക്കി പോലീസൊക്കെ ചെയ്തിട്ട്. അല്ല, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നല്ല ക്വാളിറ്റി കേട്ടോ. കാരണം വെച്ചാൽ സിംഗിൾ യൂസാ? അല്ല, 3-4 ആയിട്ടുണ്ടോ? 3-4 മോഡൽ. 2006 മോഡൽ. ചോദിക്കുന്ന റേറ്റ്? ഇതാണെങ്കിൽ 1,40,000 കൊടുക്കും. കിലോമീറ്റർ നോക്കണോ? കിലോമീറ്റർ ഒന്നിന് പുറത്തോടി ഉണ്ടാവും. അടുത്ത ഫോർഡ് പെട്രോളാണ് വരുന്നത്. 2008 മോഡലാണ്. ചെറിയ ബഡ്ജറ്റിലാണ് കൊടുക്കാം. നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് പെട്രോൾ ഒരു ഫോർഡ് ഉണ്ട് കേട്ടോ. 2009 ആണെന്ന് തോന്നുന്നു വണ്ടി. 2009 ക്ലിയറുള്ള വണ്ടി കേട്ടോ. ഇതേതാ വണ്ടി? ഇത് നമ്മൾ KV100 ഡീസലാണ് വരുന്നത്. 2018 മോഡല്. ഇതിൻ്റെ മൈലേജ് ഒക്കെ എത്ര ഉണ്ടാവും? 25-ന്റെ മേലെ ഉണ്ടാവും. അപ്പോൾ നല്ല പെർഫെക്റ്റ് മൈലേജുള്ളൊരു വണ്ടി. അതും ഇതൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ്. ഫസ്റ്റ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫുൾ ഷോറൂം സർവീസിലൊരു സാധനം. ഇത് ലാസ്റ്റ് എത്ര കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്കൊരു 3,10,000 രൂപ മാക്സിമം ലോണിൽ കൊടുക്കാം. 3,10 ഫുൾ ലോണിൽ.
നല്ല നീറ്റ് വണ്ടി. കാരണം ഒരാൾക്ക് യൂസ് ചെയ്യാൻ ടയറൊക്കെ നല്ല രീതിക്ക് ഫുൾ ടയറാണല്ലോ അല്ലേ? ടയറൊന്നും അധികം ഓടിയില്ല. വേറെയും കളർ ഉണ്ട്, നമുക്ക് വർക്ക്ഷോപ്പിലുണ്ട്, വണ്ടികളൊക്കെ വരാനുണ്ട്. അപ്പോൾ എൻക്വയറി പെട്ടെന്ന് ആയിക്കോട്ടെ. ഒരുപാട് വണ്ടി ഉണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം കൂടി കോണിക്കാനാണല്ലോ. ഇപ്പോൾ ചെറിയ വണ്ടി തന്നെ ഒരു 150 ഉണ്ട്.